ശ്രീമന്നാരായണീയം ദശകം 7. ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 3. ഓം നമോ ഭഗവതേ വാസുദേവായ. കോസൗ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗൽമണ്ഡലേ ദിക്ഷുദ്ദിക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യതാ. ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. ഇവിടെ ഭഗവാൻ സ്വയം ബ്രഹ്മാവായിട്ട് സത്യലോകത്തിലിരുന്നു. സൃഷ്ടി ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി. പക്ഷേ കഴിഞ്ഞുപോയ കൽപ്പത്തിലെ കാര്യങ്ങളൊന്നും ഓർമ്മ വരാതെ ഇരുന്ന സമയത്ത് തപസ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഭഗവാൻ അശരീരി മൂലം കൊടുത്തു, അശരീരി വാക്കിനാൽ കൊടുത്തു. അത് കേട്ട് ഈ ഹിരണ്യഗർഭനായിരിക്കുന്ന ഈ ബ്രഹ്മാവ് ഇവിടെ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. അതുവരെ നമ്മൾ കണ്ടു. ക അസൗ പുമാൻ. ബ്രഹ്മാവ് ഇപ്പം ഈ അശരീരി കേട്ട വഴിയെ സ്വയം ഇങ്ങനെ ചിന്തിച്ചു, ആരാണ് എന്നോടിത് പറഞ്ഞത്? ഏതൊരാളാണ്? മാം അവദത് ഇതി. ക അസൗ, ഏതൊരാളാണ്? പുമാൻ മാം അവദത് ഇതി, എന്നോട് പറഞ്ഞത് എന്ന്. ജലാപൂർണേ ജഗന്മണ്ഡലേ, വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് എല്ലായിടത്തും, ചുറ്റുപാടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ ലോകങ്ങൾക്കകത്ത്. ദിക്ഷു ഉദ്വീക്ഷ്യ, ദിക്കുകളിലും നോക്കിയിട്ട്, എല്ലാ ദിക്കുകളിലേക്കും നോക്കിയിട്ട്. കിമപി അനീക്ഷിതവത, ഒന്നും കാണാതിരുന്നപ്പോൾ, ചുറ്റും വെള്ളം മാത്രമേ ഉള്ളൂ, നാലുപാടും നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. വാക്യാർത്ഥം ഉത്പശ്യത, ഈ കേട്ട വാക്കിൻ്റെ, അശരീരി വാക്കിൻ്റെ അർത്ഥം അതെന്താണെന്നൊന്ന് ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായി. അങ്ങനെ ആലോചിച്ചറിഞ്ഞ് ദിവ്യം വർഷസഹസ്രം, 1000 ദിവ്യ സംവത്സരം കാലം ആത്മതപസാ തേന, തപസ്സു ചെയ്ത്, 1000 ദിവ്യ സംവത്സരം തപസ്സു ചെയ്ത്. കേട്ട അശരീരി വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചപ്പോൾ മനസ്സിലായി, തപസ്സു ചെയ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ 1000 ദിവ്യ സംവത്സരം കാലം തപസ്സു ചെയ്ത് തേന, ആ ബ്രഹ്മാവ്, ആരാധിത ത്വം, സേവിച്ചപ്പോൾ, ത്വം നിന്തിരുവടി, സ്വനിലയം ഏകാത്ഭുതം, സ്വനിലയം താനിരിക്കുന്ന ആ വാസസ്ഥാനം, ഭഗവാൻ വസിക്കുന്ന ആ വാസസ്ഥാനം, താൻ വാണരുളുന്ന ആ വാസസ്ഥാനം, ഏകാത്ഭുതം അത്യത്ഭുതമായ വൈകുണ്ഠം, ആ വൈകുണ്ഠലോകം, അത്യത്ഭുതകരമായിട്ടുള്ള ആ വൈകുണ്ഠലോകം, തസ്മൈ ബ്രഹ്മാവിന് ദർശിതവാൻ അസി, കാണിച്ചു കൊടുത്തു. പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനത്തിലെ ഭഗവാൻ ആദ്യം ജലം സൃഷ്ടിച്ച് അതിലാണ് ബ്രഹ്മാണ്ഡ രൂപനായ വിരാട് പുരുഷനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആ വിരാട് പുരുഷൻ്റെ ശിരസ്ഥാനത്താണ് ബ്രഹ്മാവ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. ബ്രഹ്മാവിന് ചുറ്റും വെള്ളമല്ലാതെ ഒന്നും കാണുവാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ലോകം മുഴുവനും വെള്ളമാണ്, 4 വശത്തേക്ക് നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ഇവിടെ മനുഷ്യൻ്റെ 360 സംവത്സരമാണ് ഒരു ദിവ്യ സംവത്സരം എന്ന് പറയുന്നത്.
ബ്രഹ്മാവ് അവിടെ ഇരുന്ന് തപസ് അനുഷ്ഠിച്ചു. തപസ് അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ആരാണ് എന്നോട് ഇങ്ങനെ തപ തപ എന്ന് പറഞ്ഞത് എന്ന് വിചാരിച്ചുകൊണ്ട് ചുറ്റും നോക്കിയപ്പോൾ വെള്ളം മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി എന്താണ് ആ വാക്കിൻ്റെ അർത്ഥമെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായി, തപസ് ചെയ്യുക എന്നാണ്. അങ്ങനെ 1000 ദിവ്യ സംവത്സരകാലം ഭഗവാനെ തപസ് ചെയ്തു. അപ്പോൾ ഭഗവാന് ബ്രഹ്മാവിന് വൈകുണ്ഠലോകം കാണിച്ചു കൊടുക്കണമെന്ന് തോന്നി. വേഗം ഭഗവാൻ താൻ ഇരിക്കുന്ന ആ വൈകുണ്ഠലോകം, അവിടെ സൂര്യൻ പോലും മങ്ങിപ്പോകത്തക്ക വിധം തേജസ് ഉള്ളതാണ് ആ വൈകുണ്ഠലോകം. ആ തരത്തിലുള്ള ഒരു ലോകം വേറെ ഇല്ല. അതുകൊണ്ടാണ് ഏകാത്ഭുതം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വൈകുണ്ഠലോകം ബ്രഹ്മാവിന് കാണിച്ച് കൊടുത്തു. എല്ലാ ലോകങ്ങളുടെയും 14 ലോകങ്ങളുടെയും പുറത്ത് മേൽഭാഗത്തുള്ളതാണ് ഈ വൈകുണ്ഠലോകം. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ആ വൈകുണ്ഠ ലോകത്തെക്കുറിച്ച്, ബ്രഹ്മാവ് കണ്ട ആ വൈകുണ്ഠ ലോകത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.